പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പരിശുദ്ധയമ്മേ, കൃപാസന മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ വേദനകൾ കാണണമേ. മനമുരുകിയുള്ള ഞങ്ങളുടെ സങ്കടങ്ങൾ അമ്മയെ അറിയണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെയും ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെയും ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഓരോ വ്യക്തികളെയും അമ്മ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാത്തു പരിപാലിക്കണമേ. അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തു പരിപാലിക്കണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കാവൽ ചെയ്ത് സംരക്ഷണം കൊടുക്കണമേ. പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ കാവലായി കൂടെ ഉണ്ടാകണമേ. ജോലി ചെയ്ത് കുടുംബം പുലർത്തുവാനുള്ള ശക്തിയും ബലവും ആരോഗ്യവും അമ്മ കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് കുടുംബജീവിതത്തിലൂടെ സമ്മാനമായി ലഭിച്ച ഞങ്ങളുടെ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ. ഈ ലോകത്തിലെ ഒരു കുഞ്ഞു പോലും ഈ ലോകമോഹ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. അമ്മേ മാതാവേ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ. ദൈവവിശ്വാസത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബത്തെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളിലേക്ക് സമാധാനമായി സന്തോഷമായി അമ്മ ഇറങ്ങിച്ചെല്ലണമേ. പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ഒരുമയോടെ ജീവിപ്പാൻ എല്ലാവരെയും അമ്മ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം നൽകണമേ. അവരോട് ക്ഷമിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന തലമുറകളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തെറ്റിപ്പോയ ഓരോ മക്കളെയും അമ്മ തിരികെ കൊണ്ടുവരണമേ. ദൈവവിശ്വാസത്തിൽ വളർത്തണമേ. ഒരു കുഞ്ഞു പോലും ഈ ലോകമോഹ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്കായി തമ്പുരാൻ അനുവദിച്ച് നൽകിയിട്ടുള്ള കാലം അത്രയും ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അത്രമേൽ ശക്തിയുള്ളതാണ് അമ്മേ അങ്ങയുടെ മാധ്യസ്ഥത. എന്തെന്നാൽ ഈശോ തമ്പുരാൻ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ ആ കുടുംബത്തെ വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ
ആദ്യ അത്ഭുതമായി വെള്ളം വീഞ്ഞാക്കിയത്. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത ഈശോ ഒരിക്കലും നിരസിക്കുകയില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ കാണണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കണമേ. പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഞങ്ങൾ അമ്മയിൽ അഭയം പ്രാപിക്കുമ്പോൾ അമ്മയെ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെ നേർവഴിക്ക് നടത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും ഈ നിമിഷം അമ്മ എടുത്തു മാറ്റണമേ. ഞങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് നല്ല ആലോചനകൾ പറഞ്ഞു തരണമേ. നേർവഴിക്ക് ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, അവർക്കെല്ലാവർക്കും പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അവരുടെ ശരീരത്തിൻ്റെ നൊമ്പരത്തെ അമ്മ പൂർണ്ണമായി എടുത്തു മാറ്റണമേ. അമ്മേ മാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അമ്മേ മാതാവേ, നല്ല ഉയർച്ച കൈവരിപ്പാൻ അമ്മ അവരെ ഇടയാക്കണമേ. അമ്മേ മാതാവേ, ഓരോ കുഞ്ഞുങ്ങളെയും അമ്മ കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മയെ അനുഗ്രഹിക്കണമേ. നല്ലൊരു കുടുംബജീവിതം കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരു കുഞ്ഞിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും അവസ്ഥകൾ കാണണമേ. എല്ലാ മക്കളുടെയും ഹൃദയഭാരങ്ങൾ കാണണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. വേദനകൾക്ക് ആശ്വാസം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷയിലേക്ക് ഞങ്ങളിതാ ഞങ്ങളുടെ ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് ഞങ്ങളെ സ്വീകരിക്കണമേ. അമ്മേ മാതാവേ, അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ആ കൃപാസന ദേവാലയത്തിൽ വന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആ അൾത്താരയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾ അനേകം മക്കളിൽ സാക്ഷ്യപ്പെടുത്തുവാനും തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളിലേക്ക് കടന്നു വരണമേ. വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു. ഞങ്ങളുടെ നൊമ്പരങ്ങൾ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു. എല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മാത്രമാണ് ഏക സത്യദൈവമെന്ന് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഹാലലുയ, 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 ഹാലലുയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളണമേ. ഈശോയെ, ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ,
പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.